പിന്നെ അനുരാധേ, അന്നേ ദിവസം വൈകുന്നേരം നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ പേരിൽ ഐകമത്യസൂക്തം പ്രത്യേക പൂജ ഏർപ്പാടാക്കിയും വേണം. എല്ലാം വേണ്ടതുപോലെ ചെയ്യാമേ. പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകം പറഞ്ഞേക്കണം. പറയാച്ചമ്മേ. എന്നാലേ ഭാര്യമാർ അവർക്ക് വേണ്ടി വ്രതം എടുക്കുന്നതിന് ഒരു പൂർണ്ണത ഉണ്ടാകും. അക്ഷയതൃതീയ ദിവസേ എല്ലാരും ഇവിടെ ഉണ്ടാവണം. ഞാനിതാ ക്ഷണിക്കാണ് കേട്ടോ. അത് സന്തോഷമുള്ള കാര്യമല്ലേ അച്ഛമ്മേ? ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വരും. അതെ അതെ, നമുക്കിതൊരു ആഘോഷമാക്കി മാറ്റണം. വാ ഇരിക്കടാ. നമ്മുടെ ഫ്ലാറ്റ് ഇതിനകത്ത് കൊണ്ടുവയ്ക്കാലോ. ചേച്ചി ശരിക്കും ലക്കിയ. ഇത് വല്ലതൊക്കെ ചേച്ചി ഉപയോഗിക്കാറുണ്ടോ? എവിടുന്ന്? ഇതെല്ലാം ഷോപ്പീസായി വെച്ചേക്കുമായിരിക്കും. ഒന്ന് പോടി അവിടുന്ന്. പിന്നെ എനിക്കറിഞ്ഞുണ്ടോ എന്റെ ചേച്ചിയെ? അതെ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോക്കോട്ടോ. അതൊന്നും ചേച്ചി പറയാതെ തന്നെ ഞാൻ കൊണ്ടുപോക്കോളാം. ചേച്ചി, ഇത് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന്റെ ടിക്കറ്റ് അല്ലേ? ഇതാരാ കീറി കളഞ്ഞേ? അത് പിന്നെ ആ ട്രിപ്പ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അതെനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ടിക്കറ്റ് കീറി കളയില്ലല്ലോ. പക്ഷെ ഇത്രയും വലിയ വില കൂടിയ ഗിഫ്റ്റ് ആയ ഒരു ട്രിപ്പ്, ആ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ മാത്രം എന്തായിരുന്നു പ്രോബ്ലം? അത് കമ്പനിയുടെ ഒരു പുതിയ പ്രൊജക്ട് വരാൻ പോകുന്നുണ്ട്. ഗിരി അതിന്റെ തിരക്കിലും ടെൻഷനിലും ഒക്കെയാ. എന്ത് തിരക്കിന്റെ പേരിലാണെങ്കിലും ഹണിമൂൺ ട്രിപ്പ് ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അതിന് വേണ്ടെന്ന് വെച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അടുത്ത മാസത്തേക്ക് മറ്റോ ഒന്ന് മാറ്റി വെച്ചു, അത്രേ ഉള്ളൂ. അത് തന്നെ ഞാൻ എത്ര തവണ നിർബന്ധിച്ചിട്ടാണെന്നറിയോ? യാത്ര മാറ്റി വെക്കാനായിട്ട് ഗിരിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനാ പറഞ്ഞത്. പാവം, യാത്ര മാറ്റി വെച്ചതിൽ ഗിരിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. പിന്നെ ഒരു യാത്രയല്ലേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ, അതിന് പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെയല്ലെന്നൊക്കെ പലതും പറഞ്ഞിട്ടാ ഞാനോ ഒന്ന് പറഞ്ഞ് സമാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. സത്യം പറയൂ ചേച്ചി, ഈ റിലേഷൻഷിപ്പിൽ എന്റെ ചേച്ചി ഹാപ്പി അല്ലേ? ഹാപ്പിനെസ് കൂടിയതിന്റെ നനവാണ് ചേച്ചിയുടെ കണ്ണിൽ നീ ഇപ്പൊ കാണുന്നത്. എന്റെ നന്ദു, ബുദ്ധി ഉണ്ടെങ്കിൽ നിനക്കൊന്ന് ആലോചിച്ചൂടെ? ഇവിടെ എന്തിന്റെ കുറവാ എനിക്ക്? ശരിക്കും ലക്ഷറി ലൈഫ് അല്ലേ? നമ്മളെ പോലെ മിഡിൽ ക്ലാസ്സുകാർക്ക് ഇങ്ങനൊരു ജീവിതം സ്വപ്നം പോലും കാണാൻ പറ്റുമോ? അത്രയും നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയത്. ബൈബിളിൽ ഒരു വാചകമില്ലേ ചേച്ചി, എല്ലാം നേടിയിട്ടും ഒരുവൻ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? എല്ലാ സൗഭാഗ്യങ്ങളും ചുറ്റുമുണ്ടെങ്കിലും അത് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ ചേച്ചി. ഇതേ പെണ്ണെ, മതി അവളുടെ ഒരു അമ്മച്ചി വർത്താനം. എന്റെ സന്തോഷങ്ങൾക്ക് ഒരു കുറവുമില്ല ഇവിടെ. ഞാൻ എന്റെ ലൈഫ് പരമാവധി ആസ്വദിച്ചാ ഇവിടെ ജീവിക്കുന്നത്. അതെ, നീ വന്നേ, നമുക്ക് താഴേക്ക് പോവാം. അവിടെ നമ്മളെ മാത്രം കാണാതിരുന്നല്ലേ അന്വേഷിക്കും. വാ, വാടി.
എടാ സുമിത അവരുടെ കുടുംബക്കാരെയും ഇവിടെ ആരും കൂടെ കൂട്ടിയിട്ടില്ലെന്ന് നമുക്കറിയാം. നമ്മളോടൊപ്പം ചേരാനുള്ള നിലവാരം അവർക്കില്ലെന്ന് അവർക്കും അറിയാം. ദേ നോക്ക്, നിന്റെ ആൾ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുന്നതില്ലേ? അമ്പ്യങ്ങൾ എന്തേ പറയുന്നത്? എന്റെ ആളോ? ഏത് വകുപ്പില്? മോനെ, ഓണം ഉണ്ട കണക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറയിക്കണോടാ. ഒരു തമാശ, കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്ക് ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂന്നേ. സത്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്ന് വെച്ച് കിട്ടുന്ന അവസരങ്ങൾ കളയണമെന്നുണ്ടോ? ചെല്ലേ. എന്നാലും എടാ, നിന്ന് കറങ്ങാതെ പോയി സെറ്റാക്ക്. ഓ ചെല്ലേ. ഇതിലെ പടം. എന്നാ ശരി, പോയിട്ട് വരാവേ. അവൻ പോയി പഞ്ചാരി അടിക്കട്ടെ, ഞാനൊരു പെഗടിക്കട്ടെ. എന്തോ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഞാൻ വേറെ ആരുടെങ്കിലും കൂടെ ഇരിക്കായിരുന്നെങ്കിൽ നിതീഷേട്ട എങ്ങനെ അടുത്ത് വന്നിരിക്കുവായിരുന്നോ? എങ്ങനെ പോകുന്നു വർക്കും കാര്യങ്ങളൊക്കെ? 1-2 കൊള്ളാവുന്ന ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവൂന്ന് അറിയില്ല. തീരുമാനങ്ങളൊക്കെ ആലോചിച്ചിട്ട് എടുത്താ മതി. അന്നത്തെ പോലെ ഇനിയും അബദ്ധങ്ങളിലൊക്കെ പോയി തന്നെ കഴിഞ്ഞതൊക്കെ ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇനി മുന്നോട്ട് ഓരോ ചൂടും സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. ഇത്രയും നാളും എന്റെ ഇടം വരെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അമ്മയായിരുന്നു. പക്ഷെ ഇപ്പോ ശ്രീയേട്ടന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി. കല്യാണം കഴിഞ്ഞതോടെ? അല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്കാകെ തിരക്കായി പോയിന്ന് പറയായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെങ്കിലും എന്റെ കല്യാണം കൂടെ നടത്തി കടമ തീർത്താൽ മതി എന്ന മട്ടായിപ്പോ. ചേച്ചിക്ക് കിട്ടിയ പോലൊരു മനോഹര ജീവിതം നന്ദിതയും കാത്തിരിപ്പുണ്ട്. ഐ ആം ഷുവർ. ചേച്ചിയുടെ കാര്യം ഞാൻ ഇപ്പം കൂടെ ഓർത്തേ ഉള്ളൂ. സംഭവിക്കുന്നതെല്ലാം നല്ലതിനൊക്കെ പറയുന്നത് ശരിക്കും ചേച്ചിയെ പറ്റിയ. അന്ന് മറ്റേ കല്യാണം നടക്കാതെ വന്നപ്പോ ചേച്ചിയെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ എല്ലാവരും സങ്കടപ്പെട്ടതാ. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ സുമിതേച്ചിയുടെ ജീവിതം ശരിക്കും ദുരിതത്തിലായി പോയനെ. അത് ഞങ്ങൾക്ക് പിന്നീടാ മനസ്സിലായത്. അതെന്താ അങ്ങനെ? അയാളൊരു ഫ്രോഡായിരുന്നു, ഒരു നട്ടലില്ലാത്തവൻ. അത് വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച ബന്ധമായിരുന്നു? അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഒരുമിച്ച് പഠിച്ചതാ. സുമിതേച്ചി അത് പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊരു കല്യാണാലോചനയിലോട്ട് എത്തുന്നത്. ഒക്കെ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അവസാന നിമിഷം. അയ്യോ സോറി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി ആകെ ബോറടിപ്പിച്ചു അല്ലേ? ഹേയ്, താൻ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന അതെന്ത് ടോപ്പിക്കാണെങ്കിലും എനിക്ക് ബോറടിക്കില്ല. ആരായിരുന്നു അയാള്? കിരൺ പ്രഭാകർ. താമസം അവിടെ ഞങ്ങളുടെ ബിൽഡിംഗ് തന്നെയാ, മുകളിലത്തെ ഫ്ലോറിൽ. അതൊക്കെ പോട്ടെ, എന്നാലും സുമി ചേച്ചിക്ക് അതിനേക്കാളൊക്കെ നല്ലൊരു ജീവിതമല്ലേ ഇപ്പൊ കിട്ടിയത്. വി ഓൾ ആർ വെരി ഹാപ്പി ഫോർ ഹർ. കാദംബരിയമ്മയുടെ തീരുമാനം എന്തായാലും നന്നായി. അതെ അതെ, ഇന്ന് വരെ അക്ഷയ തൃതീയൊന്നും ഞാൻ ഇതുപോലെ ആഘോഷിച്ചിട്ടില്ല. വീട്ടിലെ പിള്ളേർക്ക് എന്തെങ്കിലും സ്വർണം വാങ്ങും, അത്ര തന്നെ. അക്ഷയ തൃതീയ നാളിൽ എന്തു വാങ്ങിയാലും അത് ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം. ഈ തവണ അക്ഷയ തൃതീയ ആഘോഷം കഴിയുമ്പോഴേ എന്തായാലും ഈ കുടുംബം ഐശ്വര്യം കൊണ്ട് നിറയും. ഞങ്ങൾക്കല്ലെങ്കിലും ഇവിടെ ഐശ്വര്യത്തിന് കുറവൊന്നും ഇല്ലായിരുന്നല്ലോ ആന്റി. അതെ, അത് ശരിയാ. ഞാൻ ഉദ്ദേശിച്ചത്, അല്ല, ഗീത പ്ലാൻ ചെയ്തിരുന്ന ചില സർപ്രൈസുകളൊക്കെ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ അനുരാധേ? വേറൊന്നുമല്ല, അക്ഷയ തൃതീയ നാളിൽ
മരുമോൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോകുന്ന സമ്മാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫ്ലാഷായി കഴിഞ്ഞു. നിങ്ങൾ നവ്യക്ക് കൊടുക്കാൻ പോകുന്നത് ബെൽജിയം ഡയമണ്ട്സിന്റെ സെറ്റാണല്ലേ? ഞങ്ങൾ അറിഞ്ഞു. അതെങ്ങനെ? ആര് പറഞ്ഞു? സോറി അമ്മ, കിഷോർ എന്നോട് പറഞ്ഞു. അമ്പട കള്ള. അമ്മയുടെ മോൻ അതിനു വേണ്ടി 10-12 ലക്ഷം രൂപ ചെലവാക്കിയതല്ലേ? അത് നിങ്ങളെല്ലാവരും കൂടെ സർപ്രൈസ് ആക്കി വെച്ചിരിക്കാന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും പറയുകയും ചെയ്തു. ബെൽജിയം ഡയമണ്ട്സ് ആർ വൺ ഓഫ് ദി ബെസ്റ്റ്. ബെസ്റ്റ് അല്ലാതെ എന്തെങ്കിലും ഗിരിയുടെ കുടുംബത്തിലെ കാര്യത്തിന് നമ്മൾ ആലോചിക്കും മോളെ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് നോക്കിയിട്ട് വേണമല്ലോ അതൊക്കെ ചെയ്യാൻ. ഗിരിധർ നമ്പ്യാരുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചിരിക്കുന്നവര് ആ ഉത്തരവാദിത്തങ്ങള് കാണിച്ചല്ലേ പറ്റൂ, അല്ലേ ഇന്ദിരാമേ? അതെ അതെ, പിന്നല്ലാതെ. എന്നാലും എന്റെ സർപ്രൈസ് പൊളിച്ചതിന് കിഷോറിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയും അമ്മ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇപ്പോഴോ? എന്താ ഇത്ര അത്യാവശ്യം? കുറച്ചേരം കഴിഞ്ഞിട്ട് പോവാമേ. ഏയ്, അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ലേ മോളെ? തനിയെ ഒന്നും എടുത്ത് കഴിക്കുകയില്ല. എല്ലാത്തിനും എന്റെ കൈ ചെല്ലണം. അപ്പൊ ശരി, പറഞ്ഞ പോലെ വാ മോളെ. അമ്മ പോട്ടെ. ചേച്ചി ബൈ. ഗീതാന്റി ശരി. പോട്ടെ. അതെന്താ അനുരാധ ഇന്ദിര അങ്ങനെ പെട്ടെന്ന് പോയി കളഞ്ഞത്? അക്ഷയ തൃതീയക്ക് കാൽപ്പവന്റെ മോതിരം കൊണ്ട് വരാനിരുന്നതായിരിക്കും. നമ്മൾ സംസാരിച്ചതൊക്കെ കേട്ടിട്ട് വാലിന് തീ പിടിച്ച് ഓടിയതാ. ഗിരി, തിങ്കളാഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷനെ കുറിച്ച് ഗിരി വല്ലതും അറിഞ്ഞോ? അന്ന് അക്ഷയ തൃതീയാണ്. അത് വലിയ ആഘോഷാക്കാൻ ഇവിടെ അച്ഛമ്മയുടെ തീരുമാനം. സുമി, അക്ഷയ തൃതീയക്ക് എന്താ ആഘോഷം? അന്ന് സ്ത്രീകൾ സ്വർണം വാങ്ങുന്ന ദിവസമല്ലേ? അമ്മയും നവ്യയൊക്കെ അന്നത്തെ ദിവസം എന്തായാലും ഗോൾഡ് വാങ്ങാൻ പോകും. സുമതിക്കോ ആവശ്യമുള്ളത് പോയി വാങ്ങിച്ചോ. അയ്യോ ഗിരി, എനിക്ക് സ്വർണം വാങ്ങുന്ന കാര്യം പറയാനല്ല ഞാൻ വന്നത്. അച്ഛമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ടാ. തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകം പറഞ്ഞേക്കണം. എന്നാലേ ഭാര്യമാർ അവർക്ക് വേണ്ടി വ്രതം എടുക്കുന്നതിന് ഒരു പൂർണ്ണത ഉണ്ടാകും. അന്നത്തെ ദിവസേ ഭാര്യമാരെടുക്കുന്ന തിങ്കളാഴ്ച വ്രതം മുറിക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഇവിടെ വേണമെന്നാണ് അച്ഛമ്മ പറയുന്നത്. അന്നേ ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശ്രീനിഷും ഗിരിയും കിഷോറും ഒക്കെ ഇവിടെ ഉണ്ടാവണമെന്ന് അച്ഛമ്മ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. ഈ ചടങ്ങ് എന്നാ പറഞ്ഞു? ഈ വരുന്ന തിങ്കളാഴ്ച 26-ാം തീയതി 26-ന്. അന്നൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സുമി. അന്ന് ഖത്തറിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വെച്ചിരിക്കുന്ന ദിവസമാ. അന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഉണ്ടാവില്ല. ആ മീറ്റിംഗിന് അതിന് വേറെ ആരെങ്കിലും വിട്ടൂടെ ഖത്തറിലേക്ക്? നീ ഇതെന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ? ഖത്തറിലെ ഒരു വലിയ കമ്പനി നമ്മുടെ കമ്പനിയിലേക്ക് മെർജ് ആവാൻ പോവാണ്. ആ മീറ്റിംഗ് കമ്പനി MD ആയ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അന്ന് സനുവിന്റെയും ശ്രീകുടന്റെയും നവ്യയുടെയും കിഷോറിന്റെയും പിന്നെ എന്റെയും ഗിരിയുടെ ഒക്കെ പേരില് അമ്പലത്തില് വലിയ പൂജയും വഴിപാടും ഒക്കെ ഉള്ളതാ. ബാക്കി എല്ലാരും ഉണ്ടല്ലോ, ഞാനില്ലല്ലോ. അത് ഭംഗിയായിട്ട് നടന്നോളൂല്ലേ? ഭാര്യമാരെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഭർത്താക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അത് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലല്ലേ, അല്ലാതെ നമ്മളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ബന്ധം അഭിനയിച്ച് ജീവിക്കുന്ന നമുക്കിതൊന്നും ബാധകമല്ലല്ലോ. എന്ത് അഭിനയത്തിന്റെ പേരിലാണെങ്കിലും ആ ദിവസം മുഴുവനും പട്ടിണി കിടന്ന് ഞാൻ വ്രതം എടുക്കുന്നുണ്ടല്ലോ ഗിരി. അതെങ്കിലും ഒന്ന് ഓർത്തൂടെ? നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ? ഗിരി എനിക്ക് വേണ്ടി നിൽക്കണ്ട. പക്ഷേ അച്ഛമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും ഗിരി ആ ദിവസം ഇവിടെ ഉണ്ടാവണം. എല്ലാവരുടെയും മുമ്പില് എന്നെ ഒരു കോമാളിയാക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും പ്ലീസ് കാണിക്കണം. സുമി, ഇതൊക്കെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനോ കോമാളിയാക്കാനോ വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല സുമിത.
അന്നത്തേത് ഒഴിവാക്കാനാവാത്ത ഒരു ബിസിനസ് മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സുമി, വളരെ നേരത്തെ ഫിക്സ് ചെയ്തൊരു മീറ്റിംഗ് ആണത്. അതിൽ അറ്റൻഡ് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും ഫോറിനേഴ്സാണ്. അവരോട് അക്ഷയ തൃതീയയാണ്, തിങ്കളാഴ്ച വ്രതമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ബന്ധങ്ങളുടെ ആഴം ഒരാൾക്ക് മാത്രം മനസ്സിൽ തോന്നേണ്ടതല്ലോ. ഗിരിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരുപക്ഷെ ഒരിക്കലും ഞാനും എന്റെ ഉള്ളിലെ ഇഷ്ടവും വരില്ലായിരിക്കും. പക്ഷെ ചടങ്ങിന് ഗിരി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അച്ഛമ്മയുടെ അടുത്ത് ഞാൻ എന്തു പറയും? സുമി, സ്നേഹ, നീ അടുക്കളയിൽ ജോലിയിലോ മറ്റോ ആണോ? ഏയ് കുഴപ്പമില്ല, നീ പറഞ്ഞോ. അതെ, തിങ്കളാഴ്ച അക്ഷയ തൃതീയയാണ്. ഓ, അത് പറയാനാണോ നീ വിളിച്ചത്? അല്ലെന്നേ, അന്നത്തെ ദിവസം തിങ്കളാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇവിടെ വലിയ ആഘോഷമാണ്. ഒക്കെ അച്ഛമ്മയുടെ പ്ലാനിങ്ങാ. നിങ്ങൾ വരണം, അത് പറയാൻ വിളിച്ചതാ. ഹലോ സ്നേഹ. അല്ല സുമി, അതെ, അന്നത്തെ ദിവസേ ഞങ്ങൾക്ക് വേറെ ചില ഒന്നും പറയണ്ട. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ രണ്ടുപേരും വന്നേ പറ്റൂ. ഇതെന്റെ റിക്വസ്റ്റാ, പ്ലീസ് സ്നേഹ. അതെ, നീ വന്നില്ലെങ്കിൽ ഞാനിവിടെ ആകെ ഒറ്റപ്പെട്ടു പോകും, അതാ. അല്ല, ഗിരിയില്ലേ നിന്റെ കൂടെ? പിന്നെന്താ പ്രശ്നം? അന്നത്തെ ദിവസത്തെ ആഘോഷങ്ങളും തിങ്കളാഴ്ച വ്രതമൊക്കെ ഓർത്തിട്ടേ ഗിരി ഭയങ്കര എക്സൈറ്റഡാ. അതുകൊണ്ട് പുള്ളിക്കാരൻ സ്ഥലത്ത് പോലും നിൽക്കാതെ ഖത്തറിലേക്ക് പോവാ. എന്താ നീ പറയുന്നേ? ഇതിനൊന്നും നിൽക്കാതെ ഗിരി അങ്ങ് പോവാണോ? നിനക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ സുമി? അച്ഛമ്മ വരെ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെയാ ഞാൻ. അന്നത്തെ ദിവസം നിനക്കെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ വലിയ ആശ്വാസമായിരുന്നു. ഞാൻ ആകാശിനോടൊന്ന് സംസാരിക്കട്ടെ സുമി, എന്നിട്ട് പറയാം. ഓക്കെടാ, ശരി. എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ. പിള്ളേര് ഉറങ്ങി നോക്കൂ. ആ ദൗത്യം കഴിഞ്ഞു. അതെ, സുമിത വിളിച്ചിരുന്നു. എന്താ പറഞ്ഞ? വരുന്ന തിങ്കളാഴ്ച അക്ഷയ തൃതീയാണ്. അന്ന് അവിടെ എന്തൊക്കെയോ വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നടന്നോട്ടെ. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ത് മാനസികാവസ്ഥയിലാണെന്ന് നീ മറന്നോ? ഇല്ലക്കു, അതൊന്നും ഞാൻ മരിച്ചാലും മറക്കില്ല. ഇനി ആ വീട്ടിലേക്ക് ചെന്ന് കയറാനേ എനിക്ക് തീരെ താല്പര്യമില്ല. താല്പര്യം എനിക്കും ഉണ്ടായിട്ടല്ല, പക്ഷെ സുമി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. ഗിരിക്ക് എന്തിന്റെ കേടാ? അഹങ്കാരല്ലേ അവൻ കാണിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗിരിക്ക് സുമിതയുടെ സന്തോഷങ്ങളെക്കാൾ എപ്പോഴും വലുത് ഓഫീസ് കാര്യങ്ങളായിരുന്നല്ലോ. പാവം സുമി വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അവിടേക്ക് വീണ്ടും ചെന്ന് കയറേണ്ട കാര്യം ഓർക്കാൻ പോലും. സുമി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ട് അത് കണ്ടില്ലെന്ന് വെക്കുന്നത് ശരിയാണോ അക്കു? അക്കുവിന് ഗിരിയെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താനാവില്ലെന്ന് എനിക്കറിയാം. സുമിതയെ പരിചയപ്പെട്ടത് മുതല് അങ്ങനെ ഒരു അടുപ്പ് എനിക്കും അവളോടുണ്ട്. വീട്ടുകാരുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് സുമിത. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവനും അവൾക്കും വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവേണ്ടി വരും. സൗഹൃദത്തിന് വേണ്ടി നടത്തുന്ന വിട്ടുവീഴ്ചകള് ഒരിക്കലും തോൽവികളല്ലാന്ന് അക്കു തന്നെയല്ലേ എന്നോട് പറയാറുള്ളത്. എന്തൊക്കെയായാലും നമ്മുടെ ഗിരിക്കും സുമിക്കും വേണ്ടിയിട്ടല്ലേ. മനസ്സിനേറ്റ മുറിവുകൾ മാറാൻ ഇതൊരവസരമാവുമെങ്കിൽ ആയിക്കോട്ടെ അക്കു, നമുക്ക് പോവാം പ്ലീസ്.